ലോഗോ വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലയൻസിന് വർക്ക് ഫയൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ലോഗോ എക്സ്റ്റൻഷൻ ഗൈഡ് നിങ്ങൾ സെൻഡ് ചെയ്യാറുണ്ടോ? ബേസിക്കലി ലോഗോ എക്സ്റ്റൻഷൻ ഗൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റൻഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ .jpg, .png, പിന്നെ .pdf, .svg, .ai ഫയൽ, ഇതിൻ്റെയൊക്കെ എന്താണ് യൂസ് കേസ് എന്നുള്ളതൊക്കെയാണ്. കാരണം നമുക്ക് ചിലപ്പോൾ ഇത് അറിയായിരിക്കും, പക്ഷെ ക്ലയൻസിന് ഇത് അറിഞ്ഞണമെന്ന് ഒരു നിർബന്ധമില്ല. സോ നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ്, വാല്യൂ ആഡ് ചെയ്യുകയാണ്. സോ നിങ്ങൾ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം മുതൽ നിങ്ങൾ ഇത് ഈ ലോഗോ എക്സ്റ്റൻഷൻ ഗൈഡ് നിങ്ങളുടെ വർക്കിൽ ആഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഇതിൻ്റെ ഫയൽസ് ഞാൻ കൊടുക്കാം. നിങ്ങൾ എനിക്കൊരു കമൻറ്റ് എന്തെങ്കിലും ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്കിത് അയച്ചുതരാം. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ JPG, PNG ഒക്കെ ഒരു കോമൺ യൂസേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൻ്റെ അണ്ടറിലാണ് വെച്ചിട്ടുള്ളത്. സോ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ കോമൺ യൂസേജ്. സോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമാറ്റാണ് JPG, PNG. സോ JPG നിങ്ങൾക്കറിയാലോ, ലൈക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും വർക്കാവും, പൊതുവെ എല്ലാ പ്ലാറ്റ്ഫോമിലും വർക്കാവും. പിന്നെ സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുമ്പോഴോ അല്ല നമ്മൾ വെബ്സൈറ്റിൻ്റെ എന്തെങ്കിലും കാര്യത്തിനോ പ്രസൻറ്റേഷനൊക്കെ വേണ്ടിയിട്ട് JPG യൂസ് ചെയ്താൽ മതി. അവിടെ നമുക്ക് PNGയുടെ ആവശ്യമില്ല. PNG പൊതുവെ എപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മുടെ ലോഗോ വെക്കണമെങ്കിൽ, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെക്കണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, സോ എന്താ വെച്ചാൽ ക്വാളിറ്റിയും ഉണ്ടാവും, ട്രാൻസ്പെറൻസി സപ്പോർട്ടും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കൂടുതലായിട്ടും ഇമെയിൽ സിഗ്നേച്ചേഴ്സ്, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട് ഇമെയിൽ സിഗ്നേച്ചേഴ്സ് ഒക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ PNG ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലൊരു നോട്ടായിട്ടൊക്കെ കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ എന്താണെന്നറിയോ, ഇത് കൊടുത്ത് ഈ ഒരു ഗൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിലൊരു ക്ലിയർ ഇമേജ് കിട്ടണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മളിതിന് ശേഷം നമ്മളെ വന്നിട്ട് നമ്മളോടുള്ള ഒരു നമ്മളിത് പറഞ്ഞില്ലല്ലോ എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എല്ലാ സംഭവവും ഇതോട് കൂടിയിട്ട് ക്ലിയർ ആവണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. സോ ഞാൻ കൊടുക്കാറുണ്ട് JPG, PNG ഒക്കെ ഒരു ഫിക്സഡ് റെസൊല്യൂഷൻ ഫോമാറ്റാണ്. സോ നിങ്ങൾ ഈ ഒരു സാധനത്തിനെ പിടിച്ച് വലിച്ചു നീട്ടിയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ഹോർഡിംഗ് ബോർഡ് ഉണ്ടാക്കണം, അതിൽ കൊണ്ടിട്ട് നിങ്ങൾ PNG ഇട്ട് വലിച്ചു നീട്ടി എല്ലാം വലിപ്പം എൻലാർജ് ചെയ്യാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ പൊളിയും. സോ അതിന് നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, വേറെ എക്സ്റ്റൻഷൻസ് ഉണ്ട്, അത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അതൊക്കെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ നമ്മുടെ PDF-ഉം SVG-യും AI ഫയൽസും ഒക്കെ ഞാൻ പ്രൊഫഷണൽ ആൻഡ് സ്കെയിലബിൾ യൂസേജ് എന്നുള്ളതിൻ്റെ അണ്ടറിലാണ് കൊടുത്തിട്ടുള്ളത്. സോ PDF നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഒരു പ്രിൻ്റ് റെഡി മെറ്റീരിയൽ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഹൈ ക്വാളിറ്റിയാണ്, പിന്നെ എല്ലാ ഡിവൈസസിലും ഈസിലി ആക്സസിബിൾ ആണ്, കാണാൻ പറ്റും, എല്ലാം പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ഡീറ്റെയിൽസ് റീറ്റെയിൻ ചെയ്യും PDF-ൽ. സോ ലേഔട്ട്, ഇപ്പോൾ നമ്മൾ ലേഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ PDF-ൽ റീറ്റെയിൻ ചെയ്ത് ഇരിക്കുമെന്നുള്ളൊരു പ്രത്യേകത PDF-ൽ ഉണ്ട്. പിന്നെ AI ഫയൽ, ഞാൻ AI ഫയൽ എല്ലാവർക്കും അയച്ചു കൊടുക്കാറില്ല. ചില സാഹചര്യങ്ങളിൽ ആവശ്യമുള്ളവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. കാരണം നമ്മുടെ വർക്ക് ഫയലാണ്, നമ്മളത് അയച്ചു കൊടുക്കാൻ നിർബന്ധമില്ല. സോ അങ്ങനെ ഒരു സംഭവം. സോ കൂടുതലും AI ഫയൽസ് ആവശ്യമുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഡിസൈനേഴ്സ്, പ്രിൻറ്റിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഫ്യൂച്ചർ എഡിറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ, പിന്നെ ലാർജ് സ്കെയിൽ പ്രിൻറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ ട്വീക്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ AI ഫയൽസ് ആവശ്യമുണ്ടാവും. പാക്കേജിങ്ങിന്, മെർച്ചൻഡൈസിന്, ഇതിനൊക്കെ AI ഫയൽസ് ആവശ്യമുണ്ടാവും. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രം അത് അതിൻ്റേതായ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യും. പിന്നെ ഇത് ഒരു വെക്ടർ ഫയൽ ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹോർഡിങ് എന്തെങ്കിലും ബോർഡിലൊക്കെ വെക്കണമെങ്കിൽ ഈ ഫയൽ വെച്ചിട്ട് നമുക്ക് ലോഗോ എത്ര വേണേ വലുതാക്കാം, പിക്സലേറ്റഡ് ആവില്ല എന്നുള്ളൊരു പ്രത്യേകത AI ഫയലിനുണ്ട്. പിന്നെ SVG-യുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വെബ് ഒപ്റ്റിമൈസ്ഡ് വെക്ടർ ഫോർമാറ്റാണ് SVG, അറിയാമല്ലോ. സോ നമ്മുടെ ലോഗോ ക്രിസ്പായിരിക്കും, ലൈറ്റ് വെയിറ്റ് ഇൻ ദ സെൻസ് ചെറിയ സൈസ് ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലാ സ്ക്രീൻ സൈസിലും റെസ്പോൺസീവ് ആവുകയും ചെയ്യും. സോ കൂടുതലും ഇത് മൊബൈൽ ആപ്സ്, വെബ്സൈറ്റ്സ്, പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻസിയും സ്കെയിലബിലിറ്റിയും രണ്ടും സപ്പോർട്ട് ചെയ്യുന്നൊരു ഫോർമാറ്റാണിത്. പിന്നെ കൂടുതലും ഇത് ഡെവലപ്പേഴ്സിന് UI ഡിസൈനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചൊരു ഡോക്യുമെൻറ്റ്. ഈ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ലോഗോ എക്സ്റ്റൻഷൻ ഡിസൈനർ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങളിത് ആഡ് ചെയ്യണം. ഇത് നിങ്ങളുടെ വർക്കിനെ ഒരു വാല്യൂ ആഡഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബൈ.